ആ ഹലോ. ആ ആ ആ ശരി എന്നാൽ. ഓ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ വരാം. ഉം. ആരാ മോളെ വിളിച്ചത്? ആ അതോ, ആ ഉമ്മടുത്ത് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു ചിട്ടിക്ക് ഞാൻ ചേർന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റത്തെ കുറി ഇന്നായിരുന്നു. അപ്പോൾ ആദ്യം വീണതേ എനിക്ക്. ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും നന്നായി. മോളൊരു കാര്യം ചെയ്യും, ആ പൈസ കൊണ്ട് ഇപ്പം നമുക്ക് വലിയ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നീ ആ പൈസയ്ക്ക് നീ എന്തെങ്കിലും മേടിച്ചെടു, സ്വർണ്ണം എന്തെങ്കിലും മേടിക്ക്. ഇപ്പം എന്തായാലും സ്വർണത്തിന് വില കൂടി വരിക. ഇങ്ങനെ സ്ഥലം കൂട്ടിക്കൂട്ടിയാൽ എന്ത് ചെയ്യും? ആ ഇനിയിപ്പോൾ എന്തായാലും നീ ആ വല മാലയാ വളയാ എന്തെങ്കിലും മേടിച്ചിട് നിൻ്റെ കയ്യിലെങ്ങാണം. അതായിരിക്കും നല്ലത്. അല്ലാതെ ആ പൈസ കൊണ്ട് ഇപ്പം നമുക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അത് വേണ്ടാമ്മ. ഇപ്പം സ്വർണം മേടിച്ച് ഇപ്പം നമുക്ക് ഇട്ടോടെ നടക്കാനോ നമ്മുടെ ആലമാരിക്കകത്ത് കൊണ്ട് വെക്കാനോ നമുക്ക് പറ്റത്തില്ല. എന്ത് മേടിച്ചാലും ലോക്കറി കൊണ്ട് വെക്കുമല്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇക്ക വരട്ടെ, ഇക്ക വന്നിട്ട് എന്താ നമുക്ക് ചെയ്യാം. അല്ലാതെ സ്വർണം മേടിച്ച് വെറുതെ എന്തിനാ? ആവശ്യത്തിന് നമുക്ക് സ്വർണം ഉണ്ടല്ലോ, അത് മതി. പിന്നെയും പിന്നെ മേടിച്ച് വെക്കുന്നത് എന്തിനാ? എന്തായാലും ചുമ്മാതെ ചേർന്ന ചിട്ടിയ. ആ കാള് തികഞ്ഞില്ലെന്നും പറഞ്ഞവൾ എന്നെ അന്ന് ചേർത്തതാ. അതുകൊണ്ട് ചുമ്മാ ചേർന്നതാ. പെട്ടെന്നൊന്നും വീഴണമെന്നും ഒരാഗ്രഹവും ഇല്ലായിരുന്നു. ഇപ്പം പൈസ കിട്ടിയിട്ട് നമുക്ക് വല്ല അത്യാവശ്യവും ഇല്ലല്ലോ. ആരാണ്ട് വരുന്നല്ലേ. ഓ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനെത്താ? അല്ലേലും അത് അങ്ങനെ ആവശ്യമില്ലാത്തവർക്കേ ചിട്ടി വീഴത്തുള്ളൂ, ആവശ്യമുള്ളവർക്കും ചിട്ടി വീഴത്തൊന്നുമില്ല. ഞാനും ഇത്തായി ചിട്ടി ചേർത്താൻ ഇത്തായിക്ക് അതിൻ്റെ തൈക്കല്ല ഇപ്പം അത്യാവശ്യം ഉള്ളത്. അങ്ങനെയെങ്കിലും വീണ ഇത്തായിക്ക് കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇത്തായി ഈ ചിട്ടിക്ക് ഞാൻ ചേർത്ത് തന്നെ. ഇതിപ്പോൾ ഓരോ ആവശ്യമില്ലാത്തവർക്കാണ് വീണത്. ഇതിപ്പോൾ എൻ്റെ നിർബന്ധത്താലേ അവളെ ഞാനത് കയറ്റിയതാ. ഇത്തൊരു കാര്യം ചെയ്, ഇത്തവരോട് പോയി ചോദിച്ചു നോക്കുമെന്ന്. ആ തള്ളയുടെ സ്വഭാവത്തേക്ക് അറിയാമല്ലോ. ആ പെണ്ണ് ഇച്ചിരി പാവമാണ്, അവൾക്ക് ഇച്ചിരി മനസ്സലിവുള്ളൊരു പെണ്ണാണ്. ഇതെന്തായാലും അവിടെ നിന്ന് ചോദിച്ചു നോക്ക്. ഇത്തവണ ചിട്ടി വീഴുമ്പോഴത്തേക്ക് അവരെടുത്തോട്ടെ. ചിലപ്പം അടുത്ത മാസം ചിലപ്പം വീണാലും ഇത്തേക്ക്, അപ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാമല്ലോ. എന്തായാലും കാണാതെ അല്ലല്ലോ ചോദിക്കുന്നത്. തൽക്കാലത്തേക്ക് ആ പൈസയും കൊണ്ട് തരാൻ പറ. അപ്പം അതല്ലേ നടക്കൂ. ഇതെന്ന് ചോദിച്ചു നോക്കുന്നു. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ആർക്കാടി പൈസയ്ക്ക് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. ഇതിപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചാൽ അത് ശരിയാവുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ അവർ ചോദിച്ചിട്ട് തന്നില്ലെങ്കിലോടി, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണില്ലേ. അവർക്ക് എന്താവശ്യമാണ്? ഒരാവശ്യം കാണത്തില്ല. അവർക്ക് ഈ 1,00,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു 1000 രൂപ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. ഇതൊരു കാര്യം ചെയ്യ്, ഇത്ത പോയി ചോദിക്ക്. ഞാൻ അവളെ വിളിച്ച് ഞാനും സംസാരിച്ചോളൂ. ഇത്ത ആദ്യം വന്ന് സംസാരിക്ക്, എന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കാം. പിന്നെ അവളെ ഞാൻ നിർബന്ധിച്ച് ഞാൻ കയറ്റിയതേ ഉള്ളൂ. അവളെപ്പോഴും പറയുകയും ചെയ്തു ഇതിനകത്തങ്ങ് ചേർന്നിട്ടൊന്നും ഇത് കരയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ അല്ലേ അവർ വാരി കൂട്ടുന്നത് തന്നെ. അപ്പോൾ പിന്നെ അവർക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ഈ പൈസ ചിലപ്പോൾ അവർ അക്കൗണ്ടിൽ ഇടുവോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മേടിക്കുമോ, ഇതൊക്കെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇത്തവണ അത്ര അത്യാവശ്യമൊന്നും അവർക്കില്ല. ഇതെന്തായാലും ചെല്ല്, എന്തായാലും വീഴുമ്പോൾ അങ്ങ് തിരിച്ച് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഇത്ത ചെല്ല്, കാര്യമായിട്ട് സംസാരിച്ചാൽ എന്തായാലും ഇത്താടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരല്ലേ, ഇത്താടെ എല്ലാ അവസ്ഥകളും അവർക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇത്ത പോയി ചോദിച്ചു നോക്ക്. ഞാനും അവളെ വിളിച്ച് സംസാരിക്കാം. എന്തായാലും ഇനി ചിട്ടി വീഴുമ്പം അവർക്ക് കൊടുക്കാമല്ലോ, ആ ഉറപ്പുണ്ടല്ലോ. അല്ല മേടിച്ചിട്ട് നമുക്ക് ഒരു വഴിയില്ലാതെ നിൽക്കുമൊന്നുമല്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെയാണ്. ആവശ്യമില്ലാത്തവർക്ക് പെട്ടെന്ന് വീഴും, ആവശ്യമുള്ളവർക്ക് വീഴത്തു പോലുമില്ല. ആഹാ, നീയാ? എന്താടി, വാ കയറി വാ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എനിക്കതിങ്ങനെ വന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ആവശ്യം എൻ്റെ ആയിപ്പോയത് കൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. എത്ര വർഷമെന്നറിയാമോ എൻ്റെ വീടങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു വീട് വേണമെന്ന്. ആ ഒറ്റ ഉദ്ദേശത്തിലാണ് അവനും ഗൾഫിൽ പോയത്. അത് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് നമുക്ക് വീട് തട്ടിക്കൂട്ടാം. എല്ലാവരെയും പോലെ എൻ്റെ മോനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് പണിയണമെന്നൊക്കെ. ആ ഒറ്റ ഒരു വാശിത്തനാണ് അവനാ പോയത്. പടച്ചോൻ നമ്മൾ അവിടെയും തോൽപ്പിച്ച്. കട്ട കെട്ടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെയല്ലേ എൻ്റെ മോനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായത്. പിന്നെ ആ വീട് അങ്ങനെ കിടന്നു. അവൻ്റെ ചികിത്സയും മൊത്തം അങ്ങനെ അങ്ങ് പോയി. ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക വീട്.
എല്ലാ പ്രാവശ്യവും തോന്നുക നോയമ്പിന് മുമ്പ് ആ വീട്ടിലൊന്ന് തട്ടിക്കയറണമെന്ന്. പക്ഷേ പടച്ചവൻ അത് സാധിച്ച് തരുന്നില്ല. എടി, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇതിപ്പോൾ നീ ഇപ്പോൾ എന്തിനാ ഇതൊക്കെ പറയുന്നേ? നീ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറ. ഇതൊന്നും അറിയാത്തതൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക്. എല്ലാം അറിയുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ ആരും തുറന്നു പറ. അറിയാം. ഇനിയിപ്പോൾ എന്തായാലും അവൻ സ്വപ്നം കണ്ടത് ഒരു വീട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഇപ്പോൾ ഒന്നൊന്ന് സുഖമായി അവൻ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല. ആ വീട് നിന്നും മേൽക്കൂര ഒന്ന് ഇടണം. ഇനി വാർത്ത പെര ഒന്നും ആക്കാനും പറ്റത്തില്ല. ഓടിടാന്നുള്ളൊരു ഇതാണ്. ആ ഓട് വന്നിട്ട് ആ പെരയ്ക്ക ഒന്ന് വൃത്തിയാക്കണം. തേച്ചൊന്ന് ഇട്ടാൽ മതി. അപ്പം ഞാനൊരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. മോളും ഉണ്ടല്ലോ ആ ചിട്ടിക്ക്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ ചിട്ടി ചേർന്നത്. ആ 1,00,000 ചിട്ടിക്ക് ചേർന്നതിന് ആ പൈസ തന്നെ ഊറ്റുപുറമി കൊടുക്കുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആ ചിട്ടി ഇന്ന് മോക്ക വീണേന്ന് അറിഞ്ഞായിരുന്നു. ആ പൈസ നിങ്ങൾക്ക് ഇപ്പം ആവശ്യമില്ലെങ്കിൽ എനിക്കൊന്ന് വന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ചിട്ടി വീഴുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ എടുക്കാമല്ലോ. ഇപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വാടക വീടില്ലേ, അവരിപ്പോൾ അത് വിൽക്കാനിട്ടിരിക്കുക. അവർക്ക് എത്രയും പെട്ടെന്ന് മാറി കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ എവിടെ ചെന്നും പറ്റാനാ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി വാർക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. അതിനുള്ള താങ്ങൊന്നും എനിക്ക് പറ്റത്തില്ല. എൻ്റെ മോനിനി സുഖം പ്രാപിച്ചൊക്കെ വരുമ്പം തന്നെ ഒരുപാട് നാൾ പിടിക്കും. ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പം തന്നെ. ഇപ്പോൾ ആ പൈസ ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ ആ ഓടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറി താമസിക്കുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം ഇല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അതിനെന്താ, അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. നീ അങ്ങോട്ടൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മ വിളിച്ചത്? നീ എനിക്ക് വട്ടുണ്ടോ കൊച്ചേ? നീ എന്തിനാ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്? അല്ല അമ്മ, ഇപ്പം നമുക്ക് വലിയ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ. നമുക്ക് ആ പൈസ കിട്ടിയിട്ട് ഇപ്പോൾ നമുക്കൊന്നും നേടാനിപ്പോൾ ഇല്ല. ഒന്നെങ്കിൽ അത് അക്കൗണ്ടിൽ കൊണ്ടിടും, അതേ ഇപ്പം നടക്കത്തുള്ളൂ. അതിനെക്കാട്ടി നല്ലതല്ലേ ആ ഇത്തയുടെ ആവശ്യം നടക്കുന്നത്. ശരി, എത്ര നാളുകൊണ്ട് ആ വീട് അങ്ങനെ നടക്കുക. നമുക്കത് ചിട്ടി വീഴുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ഇനി 9 മാസം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആ ചിട്ടി വീഴുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അതൊരു സഹായമല്ലേ അമ്മ? എടി, നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്നൊക്കെ അത് നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും 10 രൂപ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ അല്ലേ. ഇവക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന എന്താ ഉറപ്പ്? ഇതിപ്പോൾ 1,00,000 ചിട്ടിയാണ്. ആദ്യത്തെ കുറി നമുക്ക് തന്നെ വീണ്. ഇത് ഇവക്കാ വീണ് ഇവളിനെ അടയ്ക്കോ ഇല്ലയോന്നോ ഇതൊക്കെ എന്താ ഉറപ്പ്? അവളുടെ അവസ്ഥയൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് അറിയാവുന്ന തന്നെയല്ലേ. നമ്മളെ കൊണ്ട് ഒക്കുന്ന പോലെയൊക്കെ നമ്മളും സഹായം ചെയ്തിട്ടുണ്ട് ആ ചെറുക്കൻ വയ്യാതെ കിടന്നപ്പോൾ. ഇതിപ്പോഴേ 1ഉം 2ഉം അല്ല, 1,00,000 രൂപയാ. ഇതങ്ങോട്ട് കൊടുത്ത് നീ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവളിനി ചിട്ടിക്ക് വയ്ക്കുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നീ ചുമ്മാതെ ചേർന്നതാണെങ്കിലും അതായിക്കോട്ടെ. ഇതിപ്പോൾ നീ ഇതങ്ങോട്ട് പൊക്കിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ഇപ്പോൾ ചോദിക്കാനോ 1,00,000 രൂപ? അങ്ങനെ ചുമ്മാ കളയാനായിട്ടൊന്നും ഒന്നുമില്ല ഇവിടെ. പിന്നെ ആ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാം. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത നീ സംസാരിക്കണ്ട, കേട്ടല്ലോ. ഒട്ടനെ ഞാൻ പറയുന്നതിന് മുമ്പേ അവളങ്ങ് മറുപടി അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെ എന്താ അവിടെ ഇരിക്കുന്നത്, നോക്കുത്തിയായിട്ട് അവിടെ ഇരുന്നത്? കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും? എനിക്കറിയാം പറയാൻ. നീ ഒന്നും മിണ്ടണ്ട, നീ അങ്ങോട്ടും വരേം വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. അതൊക്കെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് ആ പൈസ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം, കേട്ടല്ലോ. ആവശ്യമില്ല. അവളിവിടുന്ന് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങ് നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും കഷ്ടമായിപ്പോയി. നമ്മൾ സംസാരിച്ച കേട്ടെന്ന് തോന്നുന്നു. എന്നാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു.